നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എൻഡോക്രൈനോളജിയിൽ സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടർ വിഷ്ണു വാസുദേവാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഹെൽത്ത് ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ വാസുദേവ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാറേ. ശരിക്കും ഇപ്പോൾ പ്രോപ്പർ പെരിന്തൽമണ്ണ തന്നെയാണോ? അല്ല, ഞാൻ പാലക്കാടാണ് ശരിക്കും. ഞാൻ ഒലോക്കോട് ആണ് ശരിക്കും. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ സെറ്റിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എല്ലാം പാലക്കാടാണ്, ഒലോക്കോട് ഗവൺമെൻറ് സ്കൂളിൽ. ആദ്യം MESലാണ് പഠിച്ചത്, പ്രൈവറ്റ് സ്കൂളിൽ. പിന്നെ 7ാം ക്ലാസ് മുതൽക്ക് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു പ്ലസ് ടു വരെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എൻട്രൻസ് എഴുതിയിട്ട് അങ്ങനെ. അതെ, ഫസ്റ്റ് ടൈം ഞാൻ പ്ലസ് 2 പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ PC തോമസിൻ്റെ അവിടെ ഞായറാഴ്ച പോയിട്ട് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ക്ലാസ്. MBBS പിന്നെ കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞിട്ട് PG ഒക്കെ ചെയ്യാൻ പിന്നെ ഞാനൊരു വർഷം നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട്. MBBS കഴിഞ്ഞുകൊണ്ട് ആ സമയത്ത് പിന്നെ എൻട്രൻസ് പ്രിപ്പറേഷനും എൻ്റെ കൂടെ തന്നെ നടന്നു. പിന്നെ നല്ല റാങ്ക് ആയിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ ആദ്യം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് എല്ലാവരും ഡൽഹി നല്ല കോളേജസ് ഉണ്ട്, നല്ല സാലറി ഉണ്ട്, ബോണ്ടില്ല, ഇങ്ങനെ പല ഗുണങ്ങളും അവർ പറഞ്ഞു. പിന്നെ MBBS എന്തായാലും ഇവിടെ പഠിച്ചല്ലോ, അപ്പോൾ ഒരു പുതിയ എക്സ്പോഷറും ഭാഷയൊക്കെ ഒന്നുകൂടി പഠിക്കലോ ആയി, ഹിന്ദിയൊക്കെ ഒന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു രസമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി കയറിയതാണ്. പിന്നെ 3 വർഷം MD ഡൽഹിയിൽ ചെയ്തു. പിന്നെ ഞാൻ MD മതി, അതോടുകൂടി നിർത്താം എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാം. കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടി നാട്ടിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആ സമയത്ത് കല്യാണം കഴിച്ചു, MD ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത്. അപ്പോൾ പക്ഷേ തിരിച്ചെത്തിയിട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തു. പിന്നെയാണ് ഇതിനോടാണ് എനിക്ക് ഇൻട്രസ്റ്റ്, എൻഡോക്രൈനോളജി എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കിയത്. അത് എല്ലാം വർക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു തോന്നൽ എങ്ങനെ വന്നത്? അതാണ് നല്ല ഫീൽഡ് എന്ന് തോന്നാൻ സാറിന് കാരണം? അത് ഞാൻ ഒന്നാമത്തെ കാര്യം ഡയബറ്റീസ് മതി എന്നുള്ള, ഡയബറ്റീസ് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡായിരുന്നു. ഒന്നാമത് എനിക്ക് കുറേ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ കാണാനാണ് ഇഷ്ടം. അപ്പത്തെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് വിടുന്നതിൽ, അതായത് പേഷ്യൻസുമായിട്ട് ഒരു ലോങ് ടേം കൂടി ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലുണ്ടായി. അതെ, അത് എൻഡോക്രൈനോളജിയിലാണ് നല്ലൊരു സബ്ജക്റ്റ്. പിന്നെ ഹോളായിട്ട് കാണണം പേഷ്യൻറ്റിനെ. എൻഡോക്രൈനോളജി പറഞ്ഞാൽ ഹോർമോൺസിൻ്റെ കണ്ടീഷൻ ആയതുകൊണ്ട് ഹോർമോൺസ് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴായാലും ശരി, പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോഴാണെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ച് വേണം. അല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് ഹാർട്ട് മാത്രം നോക്കുക, കിഡ്നി മാത്രം നോക്കുക, അത് ഉദ്ദേശിച്ചതല്ല കയറണമെന്നുണ്ടെങ്കിൽ കൂടി ഫൈനലി അങ്ങനെ ആയിപ്പോകുന്ന എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ ആ അവയവം മാത്രം നോക്കുന്ന ആളായിപ്പോകുന്നു. അപ്പോൾ അത് വേണ്ട. അവരൊക്കെ അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, അവർക്കൊക്കെ ശരിക്കും എല്ലാം അറിയണം, എല്ലാം നോക്കും വേണം. പക്ഷേ എൻഡോക്രൈനോളജിയിൽ അങ്ങനെ ഒരു രസം കൂടി ഉണ്ട്. പിന്നെ കുട്ടികളുടെ വളർച്ച, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ പ്രായമായവർക്ക്, ലേഡീസിനൊക്കെ വരുന്ന ഓരോ ഹോർമോണൽ ചേഞ്ചസ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളൊക്കെ, എൻ്റെ കുട്ടികൾ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പേഷ്യൻസും വളരും. അപ്പോൾ അവരുടെ ഓരോ ഏജിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ അതേസമയം ഒരു പേഷ്യൻറ്റിന് അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ടൊരു ഉണ്ടാവുമല്ലോ. അതെ, ബന്ധമുണ്ടാവും. ഇതൊരു തരത്തിലൊരു കുറച്ച് പേടിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അത് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ ഇന്നൊരു ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പർക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റില്ല. അത് ഇമോഷണലി അറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് വർക്ക് ചെയ്യാനേ പറ്റില്ല. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്നാലേ എനിക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്, അവരുടെ എങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ്, മേക്കപ്പ് എന്നുള്ളതനുസരിച്ചിരിക്കും. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ എൻഡോക്രൈനോളജി അങ്ങനെ. സാധാരണ ഒരു പ്രമേഹ രോഗത്തിന് ചികിത്സിക്കാൻ ഒരു ഡയബറ്റീഷ്യനായാലും മതിയല്ലോ അല്ലേ? എൻഡോക്രൈനോളജിയിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് എൻഡോക്രൈനോളജിയിൽ പ്രമേഹം മാത്രമല്ല, പ്രമേഹമാണ് മെയിനായിട്ട് ഉള്ളത്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നും പ്രമേഹം ആയതുകൊണ്ട് പ്രമേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസസ് നോക്കുക എന്നുള്ളതാണ് എൻഡോക്രൈനോളജിൻ്റെ റോള്. പിന്നെ പ്രമേഹത്തെപ്പറ്റി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതും അതൊക്കെയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാവേണ്ട സ്പെഷ്യാലിറ്റിയാണ് ആക്ച്വലി ഇത്. മെഡിക്കൽ കോളേജുകളിൽ വളരെ റയറായിട്ടേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒറ്റൊന്നിൽ മാത്രമേ എൻഡോക്രൈനോളജി ഉള്ളൂ, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉള്ളൂ. ബാക്കി ഒരു കോളേജിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവിടെയും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടി സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു
നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. ആക്ച്വലി നമ്മൾ അവയർനെസ്സും ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള അത്ര എൻഡോക്രൈനോളജിസ്റ്റുകൾ ഇല്ല എന്ന് വേണേൽ പറയാം, കുറവല്ലേ? ഗവൺമെന്റ് സെക്ടറിൽ ഇപ്പോൾ കോളേജിൽ മാത്രമാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ എണ്ണം കുറവായിരിക്കുമല്ലോ. അതെ, ഗവൺമെന്റ് സെക്ടറിൽ ഇല്ല എന്ന് പറയാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിൽ. ബാക്കി പല സ്ഥലങ്ങളിലും സാച്ചുറേറ്റഡ് ആയി ഓൾറെഡി. ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ എല്ലാ സീറ്റും ഫുള്ളാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കേഡർ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ സെറ്റ് ചെയ്തിട്ടില്ല. അതിലൊന്നാമത് അതെ, അത് കുറച്ചെങ്കിലും ഉള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ് ഇപ്പോൾ എൻഡോക്രൈനോളജി ഉള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇത് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. കാരണം കോംപ്ലിക്കേഷൻസും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസ് ഒഴിച്ച് ബാക്കിയുള്ള കേസൊക്കെ ഫിസിഷ്യൻസൊക്കെ തന്നെയാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഫിസിഷ്യൻ ആയിരുന്ന കാലത്തും മാനേജ് ചെയ്തിരുന്ന പല കേസുകളും തന്നെയാണ്. പക്ഷേ എൻഡോക്രൈനോളജിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി അതിനെ ഒന്നും കൂടി റിഫൈൻഡ് ആയിട്ട് കാണാം. പിന്നെ എൻ്റെ പേഷ്യൻസ് തന്നെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാനും അന്ന് നന്നായി മാനേജ് ചെയ്യുന്നതാണല്ലോ എൻ്റെ മനസ്സിലുണ്ടാവുക. അന്ന് ഞാനിപ്പോൾ MD മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ DM ആയതിനു ശേഷം എൻഡോക്രൈനോളജി കഴിഞ്ഞതിന് ശേഷം ഞാൻ മാനേജ് ചെയ്യുന്ന എൻ്റെ ഒരു ഔട്ട്ലുക്ക് ഡിഫറൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലും പ്രത്യേകിച്ചും ആൾക്കാർ കുറേ പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല ആളെ ഒന്ന് കാണിച്ചു നോക്കാമെന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയും കുറേ പേര് പേഷ്യൻസ് ചിലപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടാവും. മാനേജ്മെൻറ്റ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അങ്ങനെ കുറേ കാലം സാറിൻ്റെ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരുന്ന ഒരാൾ ഇനിയിപ്പോൾ കുറേ ഈ ഇദ്ദേഹത്തിൻ്റെ മരുന്ന് ഇങ്ങനെ കഴിക്കണം, ഇനി കുറച്ച് വേറെ ആളെങ്കിലും ഒന്ന് കാണിച്ചു നോക്കാം, അല്ലെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം അങ്ങനെ കുറേ മരുന്ന് എഴുതുന്നത് എന്നൊരു തോന്നൽ രോഗിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വേറൊരാളടുത്തേക്ക് പോകും. ഒരു പക്ഷേ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യുമല്ലോ സാധാരണ. അപ്പോൾ സത്യത്തിൽ ഈ പ്രമേഹ രോഗത്തിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് തന്നെയാണ് കാണേണ്ടത് എന്നുള്ളത് ഇപ്പോൾ കുറേയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അല്ലേ? കാരണം ഒരു ഡയബറ്റീഷ്യൻ പോരാ, കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ പൊതുവെ കുറച്ചൊക്കെ എങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ ആണോ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇന്ത്യയിലാണ് ലോകത്തിലെ ഇപ്പം നമ്പേഴ്സിൽ നമ്മൾ ഫസ്റ്റായി. ഇപ്പോൾ ഇതുവരെ ചൈന ആയിരുന്നു, പിന്നെ ഒന്നാം സ്ഥാനം. അതിപ്പോൾ നമ്മൾ വേൾഡ് പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനത്തായതോട് കൂടിയിട്ട് ഡയബറ്റീസിന് എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ മാത്രം ഇങ്ങനെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നത്? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വേൾഡിൽ എല്ലാവിടെയും ഉള്ളത് തന്നെയാണ്. ഏജിങ് പോപ്പുലേഷൻ ആവുന്തോറും പോപ്പുലേഷൻ ഏജ് ചെയ്യുന്നതനുസരിച്ച് ഡയബറ്റീസ് കൂടി വരും. പിന്നെ രണ്ടാമത്തത് നമ്മളുടെ ഇത് ഇപ്പോൾ ഡയറ്ററി ഹാബിറ്റ്സ് അത് കുറച്ച് കൂടുതൽ വെസ്റ്റേണൈസ് മോഡേണൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, പിന്നെ ജനറലി പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ ആൾക്കാരുടെ, പിന്നെ നമ്മളുടെ അവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും ജനങ്ങൾ പൊതുവേ കുറച്ച് പൈസ കയ്യിൽ കിട്ടുമ്പോഴേക്കും അവർ അത് ഫാസ്റ്റ് ഫുഡും മറ്റേതിലേക്ക് വേണം. അപ്പോൾ ആക്ച്വലി ഇന്ത്യയുടെ സിറ്റുവേഷനിൽ കോസ്റ്റ്ലി എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ് വാങ്ങാനാണ് പൈസ കൂടുതൽ ചിലവാകുക. മറ്റേത് ചീപ്പായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഈസി ആയിട്ട് ആക്സസിബിളാണ്. പിന്നെ അതൊക്കെയാണ് കുറേ റീസൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്. അതായത് ഇന്ത്യൻസിന് പൊതുവേ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ഇന്ത്യൻസ് പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ആദ്യം ഡയബറ്റീസ് ഉണ്ടോ ചെക്ക് ചെയ്യും, പിന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടോ നോക്കും. അറ്റാക്ക് വരാനുള്ള സാധ്യതയും അത് എന്തെങ്കിലും ഒരു സിംറ്റമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ആവാനുള്ള സാധ്യത കൂടുതൽ ഇന്ത്യൻസിനാണ്. അത് ഈ പ്രമേഹം ഒരു സത്യത്തിലൊരു ജീവിതശൈലി രോഗമല്ല അല്ലേ? പൂർണ്ണമായിട്ടല്ല. നമ്മളൊരു തന്നെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിളനിലം ആണ് ജനറ്റിക്സ്. ആ വിളനിലത്തിൽ നമ്മൾ വിത്തും കൂടി ഇട്ടാലേ മുളയ്ക്കുള്ളൂ. അപ്പോൾ അതുപോലെ അങ്ങനെയാണ് ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ. ഇപ്പോൾ ഈ കുട്ടി സാധാരണ ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മളിപ്പോൾ ഒരാൾ പ്രമേഹ രോഗി എന്ന് പറഞ്ഞാൽ കുറേ പ്രായമായിട്ടൊരു വരുന്നൊരു സാധനമായിട്ടാണ് പണ്ടൊക്കെ കണ്ടത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ചെറിയ കുട്ടികളിൽ പോലും പ്രമേഹ രോഗമുണ്ട്. സാറിന് തന്നെ ധാരാളം കുട്ടികൾ പേഷ്യൻസ് ഒക്കെ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇതിങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ 2 തരം പ്രമേഹമാണ് പൊതുവേ പറയുക. വേറെ കുറച്ച് വിഭാഗങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ റയറാണ്. മെയിനായിട്ട് എല്ലാവർക്കും പൊതുവേ അറിയുന്നതും അതുപോലെ തന്നെ കോമൺ ആയിട്ട് അറിയുന്നതും ടൈപ്പ് 1 ടൈപ്പ് 2 ആണ്. അതിൽ ടൈപ്പ് 2 പ്രമേഹമാണ് പ്രായമായിട്ടുള്ളവർക്കും, അതുപോലെ ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടികൾക്ക് എന്നുള്ളതാണ് പൊതുവിൽ വെപ്പ്. പക്ഷേ ഇപ്പോൾ അത് രണ്ടും തമ്മിൽ ഏജ്, ഇപ്പോൾ ടൈപ്പ് 1ൻ്റെ ഏജ് കൂടി വരികയാണ്, അതുപോലെ ടൈപ്പ് 2ൻ്റെ ഏജ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഓവർലാപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും പല കാരണങ്ങളും സ്റ്റഡീസിൽ പലതും പറയുന്നുണ്ട്. മെയിനായിട്ട് നമ്മളുടെ ടൈപ്പ് 1 പേഷ്യൻസ് കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി, അവർക്ക് കുറച്ചുകൂടി മൈൽഡ് ഐ ഡിസീസ് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ കുറേ കാരണങ്ങളൊക്കെ ടൈപ്പ് 1ൻ്റെ നമ്പർ കൂടുന്നതിന് കുട്ടികളുടെ പ്രായത്തിൽ മുതൽക്ക് തന്നെ. ഇപ്പോൾ ആ ടൈപ്പ് 1 ഉള്ള കുട്ടികൾ പല ആൾക്കാരും ഇപ്പോൾ വലിയ ആൾക്കാരായി. അപ്പോൾ ടൈപ്പ് 1 നമുക്ക് ഒരു 25-30 വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈപ്പ് 1 ആയിരിക്കും അയാൾ.
അയാൾ ഇൻസുലിൻ എടുത്ത് അങ്ങനെ നോർമലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ ഏജ് എത്തുമ്പോൾ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം മുമ്പ് ഇൻസുലിൻ ഇല്ലെങ്കിൽ ആ കുട്ടികൾ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം അഡൾട്ടിലേക്ക് ഇങ്ങനെ വന്ന് ക്രോണിക് കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ടൈപ്പ് 2 പോലെ ആയി. ഇൻസുലിൻ കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെ ഭക്ഷണം നന്നായി കഴിച്ച് തടിച്ച് പിന്നെ സാധാരണ മനുഷ്യനെ പോലെ ആവും, എല്ലാവരുടെയും ജീവിതം പോലെ. പക്ഷേ ബേസിക്കലി ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാങ്ക്രിയാസിൻ്റെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇൻസുലിൻ എന്തായാലും അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ്. ടൈപ്പ് 2 ആണെന്ന് പറഞ്ഞാൽ മെയിൻലി ജീവിതശൈലി രോഗം എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത്, എക്സസൈസ് ഇല്ലാത്തത്, അങ്ങനത്തെ വ്യായാമം ഇല്ലാത്തത്. പക്ഷേ അതിനും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ജെനറ്റിക് ബേസിസ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ അടുത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും ആൾക്കാർക്കും എയ്തർ ഒരു പാരൻ്റെങ്കിലും ഡയബറ്റീസ് ഉണ്ടാവും, ഒരു ഫാദറിനും മദറിനും. പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ആ ഫാമിലിയിലെ എല്ലാവർക്കും ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ 5 മക്കളുണ്ടെങ്കിൽ അതിൽ 4 ആൾക്കും ഡയബറ്റീസ്. അതൊന്നും നമ്മൾ അങ്ങനെ അല്ലാത്ത ഫാമിലീസിൽ അത് കാണുന്നില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാവും. അല്ല ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ 4 പേരും അവരുടെ ജീവിതശൈലി മുഴുവൻ മോശം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരൊക്കെ നോർമൽ നമ്മളെപ്പോലെയുള്ള ജീവിതം തന്നെ ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ജെനറ്റിക്സ് സ്ട്രോങ് ആണ്. അവരുടെ വിളനിലം ഭയങ്കര, അവർക്ക് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് അവരുടെ ഫാമിലിയിൽ കിട്ടിയിരിക്കുന്നത്. കഷ്ടകാലത്തിന് അവരുടെ പാരൻസിൻ്റെ നിന്ന് അങ്ങനെ ഒരു ജെനറ്റിക്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഫുഡ് കഴിച്ചാൽ കൂടി അവർക്ക് ഡയബറ്റീസ് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ഏകദേശം സാച്ചുറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 30% എത്തുമ്പോൾ ഇത് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 20% ആൾക്കാർക്ക്, 5-ൽ ഒരാൾക്ക് ഇപ്പോൾ പ്രമേഹമുണ്ട്. അതാണ് ഇപ്പോൾ സ്റ്റഡീസിൽ പറയുന്നത്. കേരളത്തിലൊക്കെ 5-ൽ ഒരാൾക്കുണ്ട്. ഇനി അത് പതുക്കെ 3-ൽ 1 ആവും. അത് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം സാച്ചുറേറ്റഡ് ആവും. പിന്നെ നമ്മൾ ഈ ജെനറ്റിക്കലി വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ അതിൻ്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിരിക്കും. ഈ ലൈഫ് സ്റ്റൈൽ കുറേ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് എന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല ആ വാക്ക്, റെമിഷൻ. അത് തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങും. അങ്ങനെ കുറേ ആൾക്കാർ മരുന്നില്ലാതെയും ഒക്കെ പോകുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഡയറ്റ് ചെയ്ത് അവർ വെയിറ്റൊക്കെ ഒന്ന് കുറച്ചു, നന്നായി എക്സസൈസൊക്കെ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ട്. പക്ഷേ എപ്പോഴും അത് പിന്നെയും തിരിച്ചു വരാനുള്ള, കാരണം ആ ജെനറ്റിക്സ് അവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണോ ഒരു പ്രമേഹ രോഗി ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും മരുന്ന് നിർത്താൻ പറ്റാത്തത്? അത് ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയില്ല. അത് കുറേ കാലം മുമ്പ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് അതായിരുന്നു. കുട്ടികളിലൊക്കെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയാൽ ഹൗ ലോങ്, എത്ര കാലം? ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ലൈഫ് ലോങ് ആണ്. എന്ന് വെച്ചാൽ ചില വളരെ റെയർ കേസിലല്ലാതെ ഒരു 100-ൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ നിർത്താൻ പറ്റും, റെയർലി. അത് അവരുടെ മൈൽഡ് ഡിസീസ് ആയിരിക്കും. ചിലപ്പോൾ ടൈപ്പ് 1 തന്നെ ഫുൾ എക്സ്റ്റെൻഡിൽ വന്നിട്ടുണ്ടാവില്ല. ഫുൾ എക്സ്റ്റെൻഡിലാണ് മിക്കവാറും ആൾക്കാർക്കും വരിക. അങ്ങനെയാണ് ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുള്ളൂ. ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ വേണം. അവർക്ക് ഇൻസുലിൻ ചെയ്യാം, അതിലൊരു മാറ്റമില്ല. ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇൻസുലിൻ മാത്രം എടുത്താൽ മതിയോ, അതല്ല ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമോ ഇതിൻ്റെ കൂടെ? ടാബ്ലറ്റ് ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഇൻസുലിൻ മാത്രമേ ഉള്ളൂ. ടാബ്ലറ്റുകളൊക്കെ ഇങ്ങനെ റിസർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പുതിയ ട്രീറ്റ്മെൻറ്റുകളും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റാനുള്ള ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ചൈനയിലൊരു കേസ് കണ്ടു, ടൈപ്പ് 1 ഡയബറ്റീസ് അവർ ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനൊക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ അതിനെ കൊണ്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ്, ഈ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഒന്നും കൂടി കൂടുതൽ. ഇപ്പോൾ സ്റ്റിറോയിഡ് അങ്ങനത്തെയുള്ളതൊക്കെ അതിന് ശേഷം കഴിക്കേണ്ടി വരും. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിനേക്കാളും വലിയൊരു ഡിസീസായി മാറും. അത് ട്രീറ്റ്മെൻറ്റ് അസുഖത്തിനേക്കാളും വലിയൊരു കോംപ്ലിക്കേഷനായി മാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിനൊന്നും ഇപ്പോൾ സ്കോപ്പ് തൽക്കാലം ഇല്ല. ഇപ്പം നമുക്ക് വേൾഡ് ഓവർ എവിടെയാണെങ്കിലും ടൈപ്പ് 1 ഡയബറ്റീസ് വന്നാൽ ഇൻസുലിൻ തന്നെ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇത് ഉപയോഗിച്ച് ധാരാളം ആളുകളെ ബോധവൽക്കരിക്കുന്നുണ്ട് സാറ്, പല രീതിയിലും. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആകർഷിക്കപ്പെടുന്ന ഒന്നുമാണ് താൻ. മുടി ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട്? ഞാനിപ്പോൾ ഒരു 1.5 കൊല്ലം ആയി ഇങ്ങനെ ആക്കിയിട്ട്. അത് കൊഴിഞ്ഞു പോയതാ? മെയിനായിട്ട് നമ്മുടെ സാധാരണ കഷണ്ടി ഉണ്ടാവണ പോലെ ആയതാണ്. കുറേ കാലം ഞാൻ അങ്ങനെ കഷണ്ടി വെച്ചിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം തോന്നി ഇതൊന്നൊന്ന് ട്രൈ ചെയ്താൽ നോക്കിയാലോന്ന്. എനിക്ക് ഇഷ്ടമായി. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അതെന്താണ്, അതിലൊരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള നിലക്ക് എടുക്കുന്നതാണോ സാറ് അങ്ങനെ ചെയ്യുന്നത്? ഞാനിത് പല പ്രാവശ്യം വേറെയും ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേ ഒരു കണ്ടീഷൻ. ഞാൻ ആക്ച്വലി തുടങ്ങുമ്പോൾ സാറിൻ്റെ അടുത്ത് വരുന്ന രോഗികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സാറ് പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിൾ സാറിന് മുമ്പിൽ ഉണ്ടല്ലോ. അതെ, ഞാൻ എന്താ വെച്ചാൽ പേഷ്യൻസിനോട് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു 50 ആളല്ലേ അടുത്തല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വളരെ സമയപരിമിതി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. രാവിലെ പേഷ്യൻസ് ആദ്യം വരുന്നവരത്തൊക്കെ കുറച്ച് നേരം നന്നായി സംസാരിക്കും. പിന്നെ എനിക്ക് ടയേർഡാവും ഉച്ചയാകുമ്പോഴേക്കും. പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല.
എന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ശരിക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോസ് ചെയ്തിട്ട് അത് കണ്ടിട്ട് എനിക്കൊരു മനസ്സ് മടുപ്പായിരുന്നു. ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾ കാണും? ചിലപ്പോൾ ഒരു 10 ആൾ കാണും, 100 ആൾ കാണും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ആദ്യം അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് സോഷ്യൽ മീഡിയ ഒന്നും നടക്കില്ല നമ്മളെ കൊണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഒരു കൊല്ലം മുമ്പ് ഞാനൊരു IIMലൊരു ഇതിന് പോയി, കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി. അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്. നിങ്ങൾ ആണ് ഇതിന് ക്വാളിഫൈഡ് എന്നുള്ളത് എങ്ങനെ ജനങ്ങൾക്ക് അറിയും? നിങ്ങളിപ്പോൾ മറ്റേവരെ കുറ്റം പറയുകയാണ്, അവർ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് പാസ് ചെയ്യണത് ജനങ്ങൾക്ക്. അപ്പോൾ ഇതിനെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ പരത്തുന്ന അവരെയല്ലേ അവർ വിശ്വസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയുള്ളത് അതിന് വേറെ അറിയൂ. നിങ്ങൾ എവിടെയെങ്കിലും പ്രസൻസ് ഉണ്ടോ? നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടോ? നിങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ആക്സസ് ഉണ്ടാവും? അപ്പോൾ യു ഷുഡ് ഡു. അതൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. IIMലായതുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ ശരിക്കും പ്രോപ്പറായിട്ട് ഡോക്ടർ തന്നെയായിരുന്നു മൂപ്പരും. അത് കഴിഞ്ഞ് MBA എടുത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. നിങ്ങൾ ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു, സക്സസ് ആവട്ടെ. അപ്പോൾ അന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാരിൽ ഞങ്ങളൊരു 100 ഡോക്ടർമാരുള്ള അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടു, അത് വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും പിന്നെ അതിന് ശേഷം ഞാൻ പക്ഷേ അത് ഭയങ്കരമായിട്ട് ഹാർട്ടിലേക്ക് എടുത്തു. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി കുറേ വായിച്ചു, പഠിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതിനെ പറ്റിയിട്ടൊക്കെ നല്ല മൈക്ക് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു. പിന്നെ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങി. കുറേ വീഡിയോസൊന്നും ആരും കണ്ടില്ല. പിന്നെ ചില വീഡിയോസ് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞ പോലെ എൻ്റെ തലമുടിയും അതൊക്കെ കൂടി ആൾക്കാർ എല്ലാം കൂടി കണ്ടപ്പോൾ ഏതാണ് ആൾക്കാർക്ക് ഇതാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ചില കമൻറ്റുകൾ, ഞാൻ കുറച്ചൊരു റിബൽ ടൈപ്പ് ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് പണ്ട് മുതലേ. അപ്പോൾ പിന്നെ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തിരിച്ച് ഉള്ളെന്ന് പറഞ്ഞു പോകും. സാധാരണ ഈ വീഡിയോസ് കണ്ടിട്ട് നല്ലത് പറയുന്നവരും ഉണ്ടാവും, നെഗറ്റീവായി പറയുന്നവരും കാണുമല്ലോ അല്ലേ? അങ്ങനത്തെ പ്രയാസം ഉണ്ടാക്കണ എന്തെങ്കിലും ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് വന്ന് പേഷ്യൻസ് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ നേരിട്ട് എനിക്ക് നെഗറ്റീവ് ഇതുവരെ നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടാവില്ലായിരിക്കും. പൈസ കൊടുത്ത് എന്തിനാ ഇയാളെ കാണിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം മിക്കവാറും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ കാണിക്കാൻ വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് നേരിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയ കൂടെ ഒരുപാട് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയില്ലല്ലോ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹിഡൻ അജൻഡാസ് ഉണ്ടാവും, മോട്ടീവ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യുന്നു, ശരിക്കുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു തന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് പല ആൾക്കാരും ഫേക്കാണ്, ആക്ച്വൽ ID എന്നൊന്നുമല്ല. അങ്ങനെയുള്ള കുറേ ഫേക്ക് IDs ആണ്. അതൊക്കെ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഒരു ലോയർ ഫ്രണ്ട് ഉണ്ട്. മൂപ്പര് കഴിഞ്ഞ ഒരു 6 കൊല്ലമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. അപ്പോൾ അയാൾ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയച്ച് തുടക്കത്തിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. ആൾക്ക് നല്ല റീച്ചുള്ള ആളാണ്. ബ്രോ നിങ്ങളിങ്ങനെ ചെയ്യരുത്, എന്നെ ഇങ്ങനെ ബ്രോ എന്നാണ് വിളിക്കുക, ഞാൻ അങ്ങോട്ടും ബ്രോ എന്ന് വിളിക്കും. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ കമൻറ്റ് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു സപ്പോർട്ടീവ് ചെയ്യാൻ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നു എൻ്റെ ബാക്കിൽ. അപ്പോൾ എനിക്കൊന്നുകൂടെ ധൈര്യമായി, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ബ്രോ, പേടിക്കേണ്ട അവർ അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ അല്ല സാർ ഇപ്പം അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാറിനൊരു ഈ സമൂഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സംതൃപ്തനാണോ? ഫുള്ളായിട്ട് ആയിട്ടില്ല, ഒരു തുടക്കം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണല്ലോ. ഇപ്പോഴും ഇതൊരു ലോങ് ടേം സംഭവമാണല്ലോ. ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട്. അപ്പോൾ അത് പക്ഷേ ഇപ്പോഴും ഞാൻ അതേ ഫിഗറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കും അതിൽ സമയം ചിലവാക്കുന്നത് വർത്തവയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും അങ്ങനെ തന്നെയാണ്. കുറച്ച് കാലം ഇതിൽ പിടിച്ചു നിൽക്കണം, എന്നാലേ നമുക്ക് വിചാരിച്ചിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭയങ്കര നാരോ മൈൻഡഡ് ആയിട്ടാണ് ആൾക്കാരും ചിന്തിക്കുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ പിക്ചറാണ്. നമ്മുടെ സാമൂഹിക, ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഇതെല്ലാ ഡിസീസും ഫ്രീ ആകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ഫുൾ ഹെൽത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളെ പറ്റിയും ചൂഷണങ്ങളെ പറ്റിയും ഒക്കെ ഡോക്ടർ സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. വെറുതെ ഇപ്പോൾ പ്രമേഹത്തിനെ പറ്റി മാത്രമോ തൈറോയിഡിനെ പറ്റി മാത്രമൊന്നും പറയാതെ ബാക്കി കാര്യങ്ങൾ കൂടി പറയണമെന്ന് ആ ഒരു ഉദ്ദേശത്തോടു കൂടി. ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് ഈ പ്രമേഹ രോഗികളിൽ മാത്രമാണ്?
അല്ല, ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് നമ്മൾ ഞാനൊന്ന് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാനിത് സഹായിക്കും തോന്നുന്നല്ലേ? തീർച്ചയായും നമ്മൾ മുമ്പ് ഒരു വാക്കുണ്ടായിരുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസാണ്, പിന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ഇപ്പോൾ അതും മാറി. ഇപ്പോൾ മെറ്റ് ALD എന്നാണ് പറയുന്നത്. അത് മെറ്റബോളിസവും പിന്നെ ആൽക്കഹോളും. അതാണത് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. രണ്ടും കൂടി ഒരുമിച്ചുള്ള മിക്സ്. എന്നുവെച്ചാൽ ഡ്രിങ്ക്സ് കഴിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്, അതുപോലെ ഡയബറ്റീസും വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ലിവർ ഡിസീസാണ് ഇപ്പോൾ കോമൺ. അപ്പോൾ രണ്ടും ഏകദേശം ഒരു സിമിലർ പിക്ചറാണ്. പക്ഷേ ലിവർ സിറോസിസിലേക്ക് പോകാനുള്ള ചാൻസും സെയിം ആണ്. ആൽക്കഹോൾ കഴിക്കുന്ന അതേ എഫക്റ്റ് നമ്മൾ ഈ കോളയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ബിവറേജസ് ഒക്കെ കഴിക്കുമ്പോഴും ഉണ്ടാവും. ലിവറിന് അതേപോലത്തെ ടോക്സിക്കാണ് രണ്ട് സാധനങ്ങളും. ഷുഗർ ലിവറിന് നല്ല ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു ലിമിറ്റ് എമൗണ്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ ഫാറ്റി ലിവറിൻ്റെ സാധാരണ ഫാറ്റി ലിവർ ഗ്രേഡ് പറയുന്നുണ്ടല്ലോ, 1, 2, 3 എന്നൊക്കെ പറയും. 3 എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സിബിൾ എല്ലാം തോന്നും അല്ലേ? അതൊരു എത്ര ശ്രദ്ധിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ ഇത്തിരി പ്രയാസമുള്ള. അത് ഓരോ സ്റ്റേജിൽ നമുക്ക് മാക്സിമം 3 വരയ്ക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. 4 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിറോസ് ആയല്ലോ. സാധാരണ ഇപ്പോൾ ഈ ഫാറ്റി ലിവറുള്ള ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ആ ശൈലി, ഭക്ഷണം, കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ മാറ്റിയെടുത്താൽ ക്യൂറബിൾ ആണോ? കുറേ മരുന്നുകളും ചിലപ്പോൾ വേണ്ടി വരും. മിക്കവാറും ആൾക്കാർക്കും ഡയബറ്റീസ് പല പ്രമേഹ മരുന്നുകൾ തന്നെ ഫാറ്റി ലിവറിനും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇപ്പം തടി കുറയ്ക്കുന്ന മരുന്നുകൾ അങ്ങനത്തെയൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തടി കുറയും, പിന്നെ വയറിലെ ഫാറ്റ് പ്രത്യേകിച്ചും കുറയ്ക്കും, ലിവറിലെ ഫാറ്റ് കുറയ്ക്കും ഒക്കെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ പേഷ്യൻറ്റിന് പറ്റിയതാണോ എന്നുള്ളത് നമ്മൾ ഓരോ പേഷ്യൻ്റ് അനുസരിച്ച് തീരുമാനിക്കണം. പിന്നെ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ലോങ് ടേം ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും അങ്ങനെ അതോറിറ്റേറ്റീവായിട്ട് പറയാതെ, ഇങ്ങനത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ടുണ്ടായിരുന്നതാണ് ഈ ഡിക്റ്റേറ്റർഷിപ്പാണ് ഡോക്ടേഴ്സിന് വന്നത്. ഡോക്ടർ വന്ന് പേഷ്യൻറ്റിനോടൊന്നും ചോദിക്കൊന്നുമില്ലല്ലോ, ഇതാണ് മരുന്ന്, നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. മാറി. എന്തൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്താലും നേരെ ഗൂഗിളിൽ സെർച്ച് അതൊക്കെ ചെയ്യണം. അങ്ങനെ തന്നെ. ഇപ്പോൾ ChatGPT ഉണ്ട്, ഇപ്പോൾ ഗൂഗിളും കൂടി വേണ്ട. ChatGPTയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാർ അതിനെപ്പറ്റി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാത്ത ആൾക്കാരുടെയൊക്കെ ജോലി പോകും കുറച്ച് കഴിഞ്ഞാൽ. ഡോക്ടർമാരുടെയും പോകും. പാട്ട് പാടില്ലേ? ശരിക്കും പാടില്ല, കുറച്ചൊക്കെ ചെറുതായിട്ട്. അത് മതി നമുക്ക്. 2 വരി ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ 2 വരി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സാറും വൈഫും ഒക്കെ പാട്ട് ഞാനൊന്നും അടുത്തൊന്നും പ്രിപ്പയർ ചെയ്തില്ല ആക്ച്വലി. പാടി ശരിയാവുമെന്നറിയില്ല. പാട്ട് പാടല്ലേ? പൽ പൽ ദിൽ കേ പാസ് തും രഹതി ഹോ, പൽ പൽ ദിൽ കേ പാസ് തും രഹതി ഹോ, ജീവൻ मीठी प्यास ये कहती हो, पल पल दिल के पास तुम रहती हो. കുറച്ച് ബൈക്ക് റൈഡ് പോവും ഇടയ്ക്കൊക്കെ. ബുക്സ് വായിക്കും. മെയിനായിട്ട് തന്നെയാണ് നമ്മുടെ നോൺ മെഡിക്കൽ ബുക്സ്, നോൺ ഫിക്ഷൻ ഞാൻ വായിക്കാറില്ല. നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കും. പിന്നെ പിള്ളേരായിട്ടുള്ള പരിപാടിയൊക്കെ തന്നെ, കളിയും. മെയിനായിട്ട് സോഷ്യൽ മീഡിയ, ഇപ്പോഴത്തെ എൻഗേജ്മെൻ്റ് അത് തന്നെയാണ് സോഷ്യൽ മീഡിയ. അത് തന്നെ വായിക്കാനുള്ളൊരു ഇതാണ്, ഒരു ഇൻട്രസ്റ്റ്. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി വായിക്കാതെ റിസർച്ച് ചെയ്യാതെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഏത് ഇഷ്യൂലാണെങ്കിലും. ചക്കൻ്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൂടെ ഇരുന്നിട്ട് ചക്ക വൃത്തിയാക്കണതിനെ പറ്റിയൊക്കെ, അതൊക്കെ എന്തെങ്കിലും ഒരു ഞാനൊരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുക എന്നുള്ള നിലയ്ക്കാണ്. നല്ലതാണ്. വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്, വെറുതെ പറയില്ലല്ലോ. കാണിച്ചുകൊണ്ട് പറയുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും അതിന്. സാറിനച്ഛന് നേവി ഉദ്യോഗസ്ഥനായിരുന്നു. നേവി റിട്ടയർ ചെയ്താണ്. ഒരു പട്ടാള ചുറ്റൊക്കെ ഉണ്ട് അവിടെ വീട്ടിൽ? ഉണ്ടായിരുന്നു.
സാറ് മൂത്ത ആളാണ്? ഞാൻ മൂത്ത ആളാണ്. എൻ്റെ അനിയൻ എൻജിനീയറാണ് ബേസിക്കലി. NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത്. അതെത്ര സബ്ജക്റ്റ് പുള്ളിയുടെ ഇലക്ട്രിക്കലാണ് പഠിച്ചത്. പക്ഷേ മൂപ്പരിപ്പോൾ അതൊന്നും അല്ല ചെയ്യണത്. സപ്ലൈ ചെയിനിലേക്ക് പോയി. എന്നിട്ട് ഇപ്പോൾ ഒരു സപ്ലൈ ചെയിനിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് സൗദിയിൽ. ഒരനിയൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. അവരിപ്പോൾ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളെ നോക്കാൻ ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരിടയ്ക്കിടയ്ക്ക് പോയി വരും, വീക്കെൻഡിൽ പാലക്കാട് പോയി വരും. വൈഫ് ഒഫ്താൽമോളജിസ്റ്റാണ്, MES മെഡിക്കൽ കോളേജ്. വൈഫ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് MBBS. ലവ് മാരേജ് ഒന്നല്ല? അല്ലല്ല, അറേഞ്ച് തന്നെ.